ഹായ് ഹലോ നമസ്കാരം. മൈ മൂവീസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ സിനിമ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമ വൈശാഖ് സംവിധാനം ചെയ്ത് മിഥുൻ മാനുവൽ തോമസിനെ തിരക്കഥയിൽ ഒരുക്കിയ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോയി കണ്ട് വന്നതിന് ശേഷം നമുക്ക് റിവ്യൂ ഓക്കെ. ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ടർബോ വിശേഷങ്ങൾ. ഒരുപാട് റിവ്യൂസ് കണ്ട് കഴിഞ്ഞ പ്രേക്ഷകരാണ് ടർബോ ഒരു കൂതറ പടമാണ്, ടർബോ ഒരു ഫാൻസ് പടമാണ്, ടർബോ മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടമാണ്, ടർബോ പോരാ, ടർബോ കുഴപ്പമില്ല, ടർബോ ഹിറ്റടിക്കും, ടർബോ 100 കോടി ക്ലബിൽ, അങ്ങനെ ഒരുപാട് റിവ്യൂകൾ കേട്ട് മടുത്തു എല്ലാവരും. മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത 5ാമത്തെ സിനിമ ടർബോ. വൈശാഖ് എന്ന് പറയുന്ന സംവിധായകൻ സംവിധാനം ചെയ്ത സിനിമ ടർബോ. മിഥുൻ മാനുവൽ തോമസ് റിട്ടൺ ബൈ ടർബോ. അങ്ങനെ ഒരുപാട് ടെക്നീഷ്യന്മാരുടെ ഒരു സിനിമയാണ് ടർബോ. DOP വിഷ്ണു ശർമ്മ അസാധ്യമായിട്ട് DOP ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ക്രിസ്റ്റോഫ് സേവ്യർ, നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. നമുക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ പ്രേക്ഷകരെ ഹരം കൊള്ളിക്കാൻ വേണ്ടി ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ ചറവറ ഇട്ടിട്ടുണ്ട്, അടിപൊളിയായിട്ട്. പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവി, എഡിറ്റർ ഷമീർ മുഹമ്മദ് അസാധ്യമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാം കൂടിച്ചേർന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എഡിറ്റിങ്ങും DOPയും അതിലുപരി മമ്മൂക്കയുടെ നടന വിസ്മയവും മിഥുൻ മാനുവലിൻ്റെ അസാധ്യ തിരക്കഥയും ഒക്കെ കൂടി കൂട്ടിക്കുഴച്ച് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത 5ാമത്തെ സിനിമ ടർബോ വൻ ഹിറ്റിലേക്ക് എന്നാണ് എല്ലാവരും പറയുന്നത്. സിനിമ ഇന്നലെ ആയിരുന്നു കണ്ടത്. മാസ് തിയേറ്റർ ചങ്ങരംകുളത്തു നിന്നായിരുന്നു. നല്ല അടിപൊളി സീറ്റിംഗ് കപ്പാസിറ്റിയിലൊക്കെ ഇരുന്നിട്ടാണ് സിനിമ കണ്ടത്. മമ്മൂക്കയുടെ ഇൻട്രോ വളരെ സിമ്പിളായിട്ട് തന്നെ കൊണ്ടുവന്നു. കാരണം എല്ലാ സിനിമയും പോലെ ഭയങ്കര അടാറ് ബീജിയൊന്നും ഇല്ലാതെ ഭയങ്കരമായിട്ട് ഹൈപ്പൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ മമ്മൂക്കയുടെ ഒരു ഇൻട്രോ അമ്മയുമായിട്ട് നടന്നു വരുന്ന സീനിൽ കാണാൻ കഴിയും. അതിനുശേഷം പിന്നെ പള്ളിപ്പെരുന്നാളിന് അടി ഉണ്ടാക്കണ്ട എന്നുള്ള ഒരു കാരണത്താൽ മമ്മൂക്ക അല്ലെങ്കിൽ ജോസേട്ടായി എന്ന് പറയുന്ന കഥാപാത്രത്തെ കൊടൈക്കനാലിലേക്ക് അയക്കുന്നു. ഒരു സ്ഥിരം ക്ലീഷ തന്നെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നായകൻ വരും. കാരണം നായകന്റെ സ്നേഹിതന്മാർക്ക് അടി കിട്ടുമ്പോൾ നായകൻ എന്തായാലും തീർച്ചയായിട്ടും വരണമല്ലോ. അതാണല്ലോ സിനിമ. ഇല്ലെങ്കിൽ നമ്മളെ നായകന്റെ സൗഹൃദങ്ങൾക്ക് അടി കിട്ടും. അപ്പൊ അടി കിട്ടി ഏകദേശം വയ്യാതാവുന്ന സമയത്ത് വരുന്നു ടർബോ ജോസ് അദ്ദേഹത്തിന്റെ ജീപ്പും കൊണ്ട്. എത്രയോ സിനിമകൾ നമ്മൾ കണ്ടുമടുത്ത ഒരു സംഭവം. പുതുമയൊന്നും അതിൽ കാണാൻ കഴിഞ്ഞില്ല. ഷോർട്ട് വൈസ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ക്യാമറ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വണ്ടി റേസിങ്ങിലുള്ള ഒരു പുതുമ മാത്രമാണ് ആ സീനിന് കണ്ടെത്താൻ കഴിഞ്ഞു. അതിനുശേഷം പെൺകുട്ടിയുടെ ഒരു ഇഷ്യൂസ് വരുന്നു. കാരണം അതങ്ങനെയല്ല. ആ അടി വന്നത് വേറൊരു കൊട്ടേഷനാണ്, ഒരു പ്രണയവുമായി ബന്ധപ്പെട്ട കൊട്ടേഷനാണ്. അങ്ങനെ അതിന്റെ സ്റ്റോറി അതിലേക്ക് പോകുന്നു. മമ്മൂക്കയുടെ സൗഹൃദ ചെറി എന്ന് പറയുന്ന കഥാപാത്രത്തിന് വേണ്ടി പെണ്ണിനെ പോയി കൊണ്ടുവരുന്നു. ജാതിയുമായി ബന്ധപ്പെട്ടുള്ള സിറ്റുവേഷൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കാമുകൻ പിന്മാറുന്നു. അപ്പോൾ ആ പെൺകുട്ടിയെ സേഫ് ആക്കുന്ന ചുമതല മമ്മൂക്ക ഏറ്റെടുക്കുന്നു. നേരെ ചെന്നൈയിലേക്ക് പോകുന്നു. ചെന്നൈ പോയിട്ട് പെട്ടുപോകുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ ഒരു വാക്ക് കാരണം, കാരണം അമ്മ പറയുന്നു പെൺകുട്ടിയെ ഇല്ലാതെ നീ ഇങ്ങോട്ട് വരണ എന്ന് പറഞ്ഞപ്പോൾ ചെന്നൈയിൽ കൊടുക്കുന്നു.
പിന്നെ ചെന്നൈയിലുള്ള വില്ലൻ ടീമൊക്കെ ആയിട്ട്, കാരണം ഒരു ബാങ്കുമായി തട്ടിപ്പ് കേസ്, ബാങ്കിലെ ഫണ്ട് ട്രേസ് ചെയ്യുന്ന വില്ലൻ, ആധാർ കാർഡ് വെച്ചിട്ട് പണം തട്ടുന്ന ഒരു വില്ലൻ, ആ വില്ലൻ ഭയങ്കര ഒരു കൊടൂര വില്ലനായിട്ട് പലരും പറഞ്ഞു. കാരണം ഞാൻ ഈ അടുത്ത ഒരു റിവ്യൂ വായിക്കാൻ എനിക്ക് പറ്റിയ ഒരു സംഭവമായിരുന്നു. ധ്രുവം എന്ന് പറയുന്ന സിനിമയിലായിരുന്നു മമ്മൂക്കാട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വില്ലൻ, ഹൈദർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടൊരു വില്ലൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനൊരു വില്ലൻ വന്നില്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഒരു മെനയില്ല വില്ലൻ. അത് അയാളെ ഈ ഷെട്ടി എന്ന് പറയുന്ന കഥാപാത്രം, കന്നഡ നടൻ, കാന്താരക്കൊക്കെ അത്യാവശ്യം ആർട്ടും അല്ലെങ്കിൽ അതിന്റെ ഐഡിയാസും ഒക്കെ ഒരുപാട് ഐഡിയ ഉള്ള ഒരാളാണ്. പക്ഷെ ടെർബോ എന്ന് പറയുന്ന സിനിമയിലെ വില്ലൻ പോരാ. അദ്ദേഹത്തിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ആ ഒരു കഥാപാത്രമൊക്കെ ഒരു പക്ഷേ ഓപ്പോസിറ്റ് എനിക്ക് തോന്നുന്നു വിനായകനൊക്കെ ആയിരുന്നെങ്കിൽ, പക്ഷേ കന്നഡയിലൊക്കെ ഈ സിനിമ ഹൈപ്പ് കിട്ടാനൊക്കെ ആയിരിക്കും, മറ്റു ഭാഷകൾ കിട്ടാനായിരിക്കും മറ്റു ഭാഷയിൽ വില്ലനെ തിരഞ്ഞെടുത്തെന്ന് തോന്നുന്നു. പക്ഷെ പോരാ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കാരുടെ ആ ഒരു തട്ടകത്ത് തന്നെയായിരിക്കും. കാരണം ഈ മമ്മൂക്കാടെ ഓപ്പോസിറ്റ് ആ വില്ലൻ ഒന്നുകൂടി ഒന്നാകുമായിരുന്നെങ്കിൽ, കാരണം നമ്മളെ മലയാളത്തിൽ ഉണ്ടായിരുന്ന എത്രയോ വില്ലന്മാരുണ്ട്, അവിടെ ഒന്നും 7 അകത്ത് പോലും ഇങ്ങേരെത്തത്തില്ല. അത് വേറെ കാര്യം. അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂംസും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലുക്ക് വൈസും ഒക്കെ ഓക്കെ ആയിരിക്കാം, പക്ഷേ ഒരു വില്ലൻ എന്ന് പറയുന്ന അയാളെ കാണുമ്പോൾ ഒരു പേടി തോന്നുന്നില്ല. നമുക്കെന്തോ ഒരു കുട്ടിക്കളിയൊക്കെ പോലെ തോന്നുന്നു. അതുപോട്ടെ. അപ്പം അത് ഭയങ്കര പരാജയമാണ് കേട്ടോ. അതുപോലെ വില്ലൻ മഹാപരാജയം. സോഷ്യൽ മീഡിയ തള്ളുന്നതെന്ന് നോക്കണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്ന ടെർബോ എന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒപ്പീനിയനാണ് ഞാൻ കണ്ടത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഈ പറയുന്ന പോലെ ടെർബോയിൽ പിന്നെ ഈ അടി ഇടി വെടി പുക ഇതൊക്കെ തന്നെയാണെങ്കിൽ പോലും മമ്മൂക്ക ഒരൊറ്റ വിജയം മാത്രമേ. അപ്പോൾ ആ സിനിമയുടെ പിന്നെ അങ്ങോട്ട് ഈ പറയുന്ന വില്ലനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇഷ്യൂസുകൾ, വില്ലനുമായിട്ടുള്ള അടി ഇടിയൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ ഒരുപാട് സിനിമയിൽ വന്നു പോയ ഒരു സംഭവമാണ്. കാരണം നായകൻ ഒരു അമാനുഷികനാവുന്നു, മമ്മൂക്ക ഒരു അമാനുഷിക ശക്തിയാവുന്നു. എന്താ പറയാ, 25 പേര് അടിക്കാൻ വന്നാലും മമ്മൂക്ക ജയിക്കുന്നു. എല്ലാ കാര്യവും ചെയ്യുന്ന മമ്മൂക്ക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ പറയാ, കുറെ വില്ലന്മാർ ആദ്യം കയ്യാങ്കളി വാളുമായിട്ട് വരുന്നു, അതിൽ ജയിക്കുന്നു. രണ്ടാമത് തൂക്കുമായിട്ട് വരുന്നു, അതിൽ ജയിക്കുന്നു. മൂന്നാമത് ചൈനക്കാരായിട്ട് വരുന്നു, അതിൽ ജയിക്കുന്നു. ഈ വൈശാഖിനൊന്നും ഇപ്പോഴും നേരം എടുത്തിട്ടില്ല. അമാനുഷിക നായകന്മാരെ പടച്ചുവിടുന്ന ഒരു തമിഴ് ഇൻഡസ്ട്രിയെ പോലെയുള്ള ഒരു സിനിമ മലയാളികൾക്ക് കൊടുത്തിട്ട് മലയാളി ഫാൻസിന് പറ്റുമായിരിക്കാം. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ റിവ്യൂസൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വെച്ചാൽ ഒരൊറ്റ കാര്യം മാത്രമേ സിനിമയിൽ വിജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവസാന നിമിഷം നായിക കൊല്ലപ്പെടാൻ പോകുമ്പോൾ നായകൻ വന്ന് രക്ഷിക്കുന്നു. എത്ര സിനിമയിലുണ്ട്. അവസാന നിമിഷം എന്താ പറയാ, സുഹൃത്ത് കൊല്ലപ്പെടാൻ പോകുമ്പോൾ അവസാന നിമിഷം രക്ഷിക്കുന്ന നായകൻ. എത്ര സിനിമയിൽ മമ്മൂട്ടി തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാ വില്ലന്മാരെയും അടിച്ച് തൂഫാനാക്കി അതിൽ വിജയിച്ചിട്ട് നായികയുമായിട്ട് സ്ലോ മോഷൻ നടന്നു വരുന്നു. എത്ര സിനിമയിലുണ്ട്. ഇവിടെ ടെർബോ എന്ന് പറയുന്ന സിനിമ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് വിജയം, അല്ലെങ്കിൽ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം പ്രേക്ഷകർ വിജയം വിലയിരുത്താൻ പറ്റിയ ഒരു സിനിമ. ആ ഒരൊറ്റ മൂല്യം എന്ന് പറയുന്നത് മമ്മൂക്ക എന്ന് പറയുന്ന നടനും മമ്മൂക്ക എന്ന് പറയുന്ന മഹാനായിട്ടുള്ള നമ്മളുടെ സിനിമാ ഇൻഡസ്ട്രിയിലെ അതിഗംഭീരമായിട്ടുള്ള പ്ലേ ആക്ടർ മമ്മൂക്കയുടെ 72-73 വയസ്സിൽ പ്രകടനവും ഈ പ്രായത്തിലെ സ്റ്റണ്ടും അതിന് അദ്ദേഹം സ്വീകരിച്ച നിലപാടും അതിനെടുത്ത എഫേർട്ടും അതിനെടുത്ത സമയവും അതിന് കൊടുത്ത ആരോഗ്യവും, ഇതൊക്കെയാണ് ടെർബോ എന്ന് പറയുന്ന സിനിമയുടെ വിജയം. പ്രേക്ഷകരുടെ മനസ്സിൽ ഉള്ളത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ടെർബോ എന്ന് പറയുന്ന സിനിമ ഇത്രയും ഹൈപ്പിലും ഇത്രയും ഫാമിലീസും ഇത്രയും ന്യൂ ജനറേഷൻ പിള്ളേരും എല്ലാവരും കയറി കാണുന്നത്. അല്ലാതെ ആ സിനിമയിൽ ഒന്നും തന്നെ ഇല്ല, ഒരു കണ്ടന്റും ഇല്ല, ഒരു നിലവാരവും ഇല്ല. ടെർബോ സിനിമയുടെ വിജയം
മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടൻ്റെ ഈ പ്രായത്തിലും നമുക്ക് തന്ന ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഫൈറ്റും ആ ഒരു സമയവും അദ്ദേഹത്തിൻ്റെ ആ ഗ്ലാമറും അല്ലാതെ സിനിമയിൽ ഒരു പുതുമയുള്ള കഥയോ ഒരു പുതുമയുള്ള എന്താ പറയുക ഒരു സ്റ്റണ്ടോ അല്ലെങ്കിൽ ഒരു പുതുമയുള്ള അതിൻ്റെ തിരക്കഥയോ പുതുമയുള്ള സംവിധാനമോ അല്ലെങ്കിൽ പുതുമയുള്ള മറ്റ് മേഖലകളിലെ പുതുമയുള്ള ഏതെങ്കിലും രീതിയിൽ പുതുമയുള്ള ഒരു സംഭവവും ടെർബോ എന്ന സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. ആകെയുള്ളൊരു പുതുമ, ആകെയുള്ളൊരു വിജയം ഈസ് മമ്മൂട്ടി. വൺ ആൻഡ് ഓൺലി മമ്മൂക്ക ഈസ് മാസ് പെർഫോമൻസ് ആൻഡ് അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലെ കിടിലൻ ടെർബോ ഇടി. അതാണ് നമ്മുടെ ടെർബോയുടെ വിജയം. എന്തായാലും മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് വിശാഖ് സംവിധാനം ചെയ്ത് മിഥുൻ മാനുവൽ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ഒരുക്കിയ, അതുപോലെ തന്നെ ഷമീർ മുഹമ്മദ് എഡിറ്റൊക്കെ ചെയ്ത് മമ്മൂക്ക പകർന്നാടിയ ഇങ്ങനെ ഒരു സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് നൽകിയ അണിയറ പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. മേലാൽ ആ വില്ലനെ ഇനി കൊണ്ടുവരരുത്. അദ്ദേഹത്തിനോട് കന്നഡയിൽ തന്നെ പോയിട്ട് കളിച്ചോളാൻ പറ. മലയാളത്തിൽ ഇഷ്ടം പോലെ കഴിവുള്ള നല്ല അടിപൊളി വില്ലന്മാർ എത്രയോ ഇനി പുറത്തേക്ക് വരാനും അണിയറയിലും അണിയറക്ക് പുറത്തും നിലനിൽക്കുമ്പോൾ ഒരു പക്ഷേ പബ്ലിസിറ്റിക്കും ബിസിനസ്സിനും വേണ്ടി മാത്രമായിരിക്കാം ഇങ്ങനൊരു വില്ലനെ തിരഞ്ഞെടുത്തത് എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞിരുന്നു. അയാളൊരു പാവമാണ്, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹം നല്ലൊരു അഭിനേതാവാണ്, നല്ല ക്യാരക്ടറാണ്. ബട്ട് ടെർബോയിലൊക്കെ പറ്റിയ വില്ലനായിട്ടില്ല എന്ന് പറയുന്നു. ചിലപ്പോൾ അടുത്ത സിനിമകൾ മലയാള സിനിമയിലും ഇതിനെക്കാട്ടും വലിയ പെർഫോമൻസ് ഉണ്ടായിരിക്കാം. ബട്ട് ഹൈപ്പിനത്ര പറ്റിയ ഒരു വില്ലൻ ആയില്ല. ഷെട്ടി എന്ന് പറയുന്ന കന്നഡ താരം വില്ലൻ അദ്ദേഹം നമ്മളുടെ മലയാള താരം വിനായകൻ വില്ലനായിട്ടുള്ള ജയിലർ എന്ന് പറയുന്ന സിനിമ ഒക്കെ കാണുന്നത് നന്നായിരിക്കും. നേരത്തെ പറഞ്ഞ ആരോ റിവ്യൂ ഇട്ട പോലെ ധ്രുവം എന്ന് പറയുന്ന ഹൈദർ എന്ന് പറയുന്ന കഥാപാത്രം പറഞ്ഞ ധ്രുവം എന്നൊരു സിനിമ കാണുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ മലയാളത്തിലെ മറ്റു വില്ലന്മാർ പകർന്നാടിയ ഒരുപാട് സിനിമകൾ ഇതൊക്കെ നടത്തി കാണുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ഈ ഒരു സമയം ഓർമ്മപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ടെർബോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പല അഭിപ്രായങ്ങളാണ്. ഫാമിലി ആയിട്ട് പോയിട്ട് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്, കപ്പിൾസായിട്ട് പോയി കാണാൻ പറ്റിയ സിനിമയാണ്, ഫാൻസുകാർക്ക് കാണാൻ പറ്റിയ സിനിമയാണ്, എല്ലാത്തരം പ്രഷർക്കും കാണാൻ പറ്റിയ എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. അപ്പോൾ കാണാത്തവർ കാണുക, കണ്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.